മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. അതിനുശേഷം അദ്ദേഹം MLA ആയിട്ട് എന്താണ് നിയമമണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് കുറഞ്ഞ ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഈ സമയത്ത് എന്താണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് എന്നും നമുക്ക് പരിശോധിക്കാം. അതും ഇവിടെ തെളിവ് സഹിതം തന്നെ കൊടുക്കാം. ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് നിങ്ങളത് കേട്ടോക്കൂ. കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ കാഴ്ചപ്പാട് ഇവിടുത്തെ ഒരു പ്രാന്തായ ഒരു ലീഡറിന്റെ വാക്ക് ഞാൻ കേട്ടു. അയാള് പറയാണ് മതമാണ് മതമാണ് മതമാണ്. BJP NDA പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് വികസനമാണ് വികസനമാണ് വികസനമാണ്, എല്ലാവർക്കും വേണ്ടി വികസനമാണ്. BJP എന്ന ഒരു പാർട്ടി എല്ലാ മതവും എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ നാടിന്റെ എതിരെ, രാജ്യത്തിന്റെ എതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ശക്തമായി എതിർക്കുന്ന പാർട്ടിയും BJP NDA ആണ്. നിങ്ങൾ കേട്ടില്ലേ? തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിലുടനീളം മുസ്ലിം ലീഗിന്റെ പച്ചവർഗീയതക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പച്ചവർഗീയതക്കെതിരെ ആഞ്ഞടിച്ച് തന്നെയാണ് രംഗത്തെത്തിയത്. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒന്നും വർഗീയത നമ്മുടെ നാടിന് ഗുണമല്ല എന്ന് വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് വർഗീയതക്കെതിരെയാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, രാജ്യത്തിനെതിരെ ആര് നിന്നാലും അവര് വെറുതെ വിടില്ല, അതാരാണെങ്കിലും മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. അതേസമയം അദ്ദേഹം എടുത്തു പറയുന്നു, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കും, എല്ലാ വിശ്വാസികളെയും ചേർത്ത് പിടിക്കും, നമ്മൾ ഒരുമിച്ച് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകും. എത്ര സുന്ദരമായിട്ടാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് നേമം ജനങ്ങൾക്ക് മുന്നിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ അടിയുറച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേമം ജനത വർഗീയതയ്ക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞത് കേട്ടില്ലേ? മതമാണ് മതമാണ് മതമാണ്, അതിനുവേണ്ടി പോരാടുമെന്ന് പറയുന്ന ഭ്രാന്തന്മാർ ഈ കേരളത്തിലുണ്ട്. അവർക്കെതിരെ വികസനമാണ് വികസനമാണ് വികസനം തന്നെയാണ് BJPയുടെ കാഴ്ചപ്പാട് എന്ന് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിപ്പിടിച്ച് അതിന്റെയൊക്കെ റിസൾട്ടാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിട്ടുള്ളത്. ഇനി വിജയിച്ചിട്ട് അദ്ദേഹം MLA ആയി. അദ്ദേഹം എന്താണ് നേമം ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മറ്റ് പല പാർട്ടിക്കാരെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും ഇപ്പൊ ചെയ്യുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോടൊക്കെ മലയാളികൾക്ക് പുച്ഛം തോന്നും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ എന്താണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒന്നാമത് എൻ്റെ ഒരു ഓഫീസ്, MLA ഓഫീസ് ഒരു ജൂൺ 5-ാം തീയതി 4-ാം തീയതി ആ ഒരു ഡേറ്റിൽ ഞങ്ങൾ അതിന്റെ ഇനോഗ്രേഷൻ ചെയ്യും. പാപ്പനംകോടിലായിരിക്കും ആ ഓഫീസ്. എല്ലാ MLA മാർക്കും ഒരു ഓഫീസ് ഉണ്ട്. അപ്പോൾ ഈ ഓഫീസിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ ആ ഓഫീസിൽ എൻ്റെ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ഈ MLA 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA ആണെന്ന് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഓഫീസിൽ ടീം ഉണ്ടാവും, ടെലിഫോൺ ഉണ്ടാവും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി പറയുക, വിളിക്കുക. അവിടുന്ന് ഞാനോ കൗൺസിലർമാരോ പാർട്ടിയോ സർക്കാരോ ആരാണ് അതിന് ചെയ്യേണ്ടത് അത് അവിടുന്ന് ഞങ്ങൾ ചെയ്യിപ്പിക്കും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. രണ്ടാമത്തേത്, ആ ഓഫീസിൽ ഞാൻ ജൂൺ ഫസ്റ്റ് വീക്കിൽ മുതൽ അവിടെ 24 മണിക്കൂർ അവൈലബിൾ ആകുന്ന ഒരു ആംബുലൻസ് ഉണ്ടാവും. അപ്പോൾ നേമം മണ്ഡലത്തിൽ ആർക്കെങ്കിലും ഒരു ആംബുലൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കുക. ആംബുലൻസ് വന്ന് അവിടെ വീട്ടിൽ വന്നിട്ട് ആശുപത്രിയിൽ പോകണമെങ്കിൽ ഡോക്ടറെ കാണാനാണ്. അത് ഒരു സർവീസ് ആയിട്ട് ആദ്യത്തെ ദിവസം മുതൽ അതും ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ? എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് സമയത്ത് വികസനമാണ് 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 ഉയർത്തിപ്പിടിച്ച് ആ ഒരു സന്ദേശത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടാണ് MLA ആയതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം ഈ പറയുന്നത്. ഒരു ആംബുലൻസ്, അതായത് ഒരു MLA ഓഫീസ് തുറക്കാൻ പോവാ. ഈ ജൂൺ മാസത്തിൽ അത് തുറക്കാണ്. വളരെ വ്യക്തമായിട്ട് 24 മണിക്കൂറും അത് പ്രവർത്തിക്കും. അവിടെ 24 മണിക്കൂറും ആളുകൾ ഉണ്ടാവും. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അവിടേക്ക് ഓടിച്ചെല്ലാം. ഭക്ഷണമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിലും അവിടേക്ക് ഓടിച്ചെല്ലാം. എത്ര സുന്ദരമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഒരു MLA പ്രവർത്തിക്കുന്നത്.
എടുത്തു പറഞ്ഞത് നിങ്ങൾ കേട്ടോ, ഒരു ആംബുലൻസ് 24 മണിക്കൂറും അവിടെ ആര് വിളിച്ചാലും അവിടെ ഉണ്ടാവും. കേരള സർക്കാർ ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ കേരള സർക്കാർ ആംബുലൻസ് തരട്ടെ, എന്നിട്ട് എൻ്റെ MLA ഓഫീസിന്റെ മുമ്പിലിടാ, ഞാൻ ജയിച്ചു, ഞാൻ MLA ആയി, എന്നിട്ടും എനിക്ക് ആംബുലൻസ് ഒന്നും തരുന്നില്ലോ എന്നൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഒരു ആംബുലൻസ് ഓഫീസ് തുറന്നത് മുതൽ ഈ പറയുന്ന MLA ഓഫീസിൽ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും ഏതു സമയത്തും മണ്ഡലത്തിൽ നിന്ന് വിളിക്കാം, നിങ്ങളെ തേടി അവരെത്തും. എത്ര എത്ര സുന്ദരമാണ് നമ്മുടെ കേരളത്തിലെ മറ്റ് BJP MLA-മാർ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പണിയെടുക്കുക. ഇതുകൊണ്ടൊക്കെയാണ് 3 ബംഗാളില് 208 എത്തിയത് എന്നുള്ളതും സകല ആളുകളും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ കൂട്ടി വായിക്കേണ്ടതാ. ബംഗാളിൽ എന്തോ മലമറിച്ചതല്ല, മറിച്ച് ഉണ്ടായിരുന്ന 3 ആളുകൾ വലിയ രീതിയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം വീണ്ടും ഘട്ടമായിട്ട് ആ MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, വീണ്ടും ഇലക്ഷൻ നടന്നു, അങ്ങനെ 208 എത്തിയിട്ടുള്ളതാ. അതേപോലെ നമ്മുടെ കേരളത്തിലും സംഭവിക്കാൻ പോവാ. ജനങ്ങൾക്കൊപ്പം വർഗീയതയെ വലിച്ചെറിഞ്ഞ് വർഗീയതയ്ക്ക് എതിരെ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വർഗീയതയെ ആട്ടിപ്പായിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് വികസനത്തിന്റെ സന്ദേശം എല്ലാ മതങ്ങളെയും, മുസൽമാനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും സകല ആളുകളെയും മനുഷ്യരെ കൂട്ടിപ്പിടിച്ച് വികസനം ഉയർത്തിപ്പിടിച്ച് BJP മുന്നോട്ട് പോകുന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ? ഇതുകൊണ്ടൊക്കെയാണ് ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തിയത്. ഇതുകൊണ്ട് നമ്മുടെ ഈ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഈ വികസനങ്ങളും ഈ കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. 3 BJP MLA-മാരും ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പണിയെടുക്കുന്ന ആളുകളാ. ഇവർക്ക് മുന്നിൽ നമ്മുടെ കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷമൊക്കെ ഒന്ന് വലിയ രീതിയിൽ ഉയർക്കും. യഥാർത്ഥ പ്രതിപക്ഷവും ഈ 3 MLA-മാരാണ് ആവാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വലിയ യാഥാർത്ഥ്യ. തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ പലരും പലതും പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ട്. ദിവസങ്ങൾ കടന്നു, ഭരണത്തിലേറിയിട്ടുള്ള ആളുകൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു ഭരണം പോലും ഇല്ലാതെ വെറും 3 MLA-മാർ മാത്രമുള്ള കേരളത്തിലെ BJP MLA വ്യക്തമായിട്ട് പറയാ, ഞങ്ങളിനി ഇവിടെ ആംബുലൻസ് ഉണ്ടാവും, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു MLA ഓഫീസ് ഉണ്ടാവും. ശരിയാണ്, സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് രാത്രി 12 മണിക്ക് വരരുത് എന്നില്ലല്ലോ. നമ്മളൊക്കെ പല സമയങ്ങളിലും ഒരു MLA ഓഫീസ് 5 മണി 6 മണി കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവില്ല എന്ന് നമ്മളൊക്കെ എത്ര കേട്ടിട്ടുണ്ട്. MLA ഓഫീസിൽ ആളുണ്ടാവുന്ന സമയം നോക്കുവോ? ഇന്ന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി അല്ലെ 5 മണി വരെ. ഇത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ ആരെ ആശ്രയിക്കും? ഒരു പ്രശ്നത്തിന് നമ്മൾ ആരുടെ അടുത്തേക്ക് പോകും? ഇതിനൊക്കെ ഒരു ഉത്തരം നൽകിക്കൊണ്ട് കേരള ചരിത്രത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുക. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു MLA ഓഫീസ്. രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചത് പ്രവർത്തിച്ച് അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഇതൊക്കെ കേരള ജനത ഒന്നടങ്കം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിലൂടെയൊക്കെ വലിയ മാറ്റമാണ് കേരളത്തിൽ BJPക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.